ആതിരയാണ് മോർണിംഗ് ടാസ്ക് പറയാൻ വന്നത്. മോർണിംഗ് ടാസ്കിൽ ആതിര പറയുന്നത്, ഞങ്ങൾ ഫ്രണ്ട്സാണ്, പല പല പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്ക് അനുക്കുട്ടിയോട് സ്നേഹമാണ്. ഇവിടെ ഗെയിമിൽ നിൽക്കുമ്പോൾ അനുവിന് ചില സമയങ്ങളിൽ ചില സാധനങ്ങൾ സമ്മതിച്ച് തരാൻ പറ്റാതിരിക്കുകയോ പാർട്ട് ഓഫ് ഗെയിം അത് അങ്ങനെ സമ്മതിച്ച് തരാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചില വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ പുറത്തിറങ്ങിയിട്ട് അനു എന്നോട് മിണ്ടുവാണെങ്കിൽ ഞാൻ മിണ്ടും ഉറപ്പായിട്ടും. അവസാനം ഒരു ചാൻസ് കൊടുത്തപ്പോൾ കൂടെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോളെ ഗെയിമിനെ പറ്റി സംസാരിക്കുന്ന ഇവളുടെ അനുമോള് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ശരി, ഓക്കെ, ഞാൻ ഈ പറഞ്ഞു തീർക്കാം. ഇത് ഞാൻ മിണ്ടും അനുമോളോട്, പക്ഷേ കാരണം എനിക്ക് ആ ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ താല്പര്യമില്ല. മനസ്സിലത് നിൽക്കത്തില്ല. ഇവിടെയുള്ളത് ഇവിടെ കുഴിച്ചു മൂടി ഉപേക്ഷിച്ചിട്ട് പോകാനാണ് എൻ്റെയും പ്ലാൻ. മേ ബി ഇതൊരു സ്ട്രാറ്റജിയോ ഗെയിമോ ഒക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. എന്താണെങ്കിലും ഇവിടെ ഉപേക്ഷിക്കണം. അറിയില്ല ഉപേക്ഷിക്കുമെന്ന്, അത് ഞാൻ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയുകയാണ് അതായിരിക്കും എല്ലാവർക്കും നല്ലത്. അനു ഇപ്പോൾ വീട്ടിലത്തെ കാര്യമായാലും നമ്മൾ കുറേ സംസാരിക്കാറുണ്ട്. ഇവിടെ പറയാൻ പാടില്ലാത്ത കുറേ സംഗതികളൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയും പാടില്ല അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് എൻ്റെ കൂടെ അനുമോളാണ് ഉള്ളത്. നൂറ് പോലും കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാറാണ് പതിവ്. അപ്പോൾ ഞാനിതൊക്കെ ഷെയർ ചെയ്തിരുന്നത് അനുവിനോടാണ്. അവളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ കൂടെ കരയാനും എന്നെ ചേർത്ത് പിടിക്കാനും ഒക്കെ അനുമോളുണ്ടായിരുന്നു. തൊട്ട മോളെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ എൻ്റെ കൂടെ എൻ്റെ അനു ഉണ്ടായിരുന്നു. മുനിഷിയാണെന്ന് തോന്നുന്നു. മുനിഷി അവിടെ നിന്നിട്ട് പറയുന്നത്, അനുമോളെ ഹഗ് കൊടുക്കുക, അതോ ജിഷനാണെന്ന് തോന്നുന്നു. ഹഗ് കൊടുക്കുക, അനുമോളെ ഹഗ് കൊടുക്കുക. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അനുമോളെ എഴുന്നേറ്റ് ഹഗ് കൊടുക്കാനായിട്ട് പോയി. അനുമോള് ഹഗ് കൊടുക്കുന്നുണ്ട്. അനുമോള് ഹഗ് കൊടുക്കാനായിട്ട് എഴുന്നേറ്റപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അനുമോൾക്ക് അത്ര മനസ്സൊന്നും ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറയണമല്ലോ. പിന്നെ അല്ല, ഇത്രയും പറഞ്ഞവരോട് സംസാരിക്കാൻ പോലും അനുമോൾക്ക് താല്പര്യമില്ല. കാരണം അവരവിടെ നിന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് കൊടുക്കുക അനുമോളെ, എന്താണ് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ അറിയാമല്ലോ അനുമോൾക്ക് അത്ര താല്പര്യമില്ലെന്ന്. ആര് കൊടുക്കും ഹഗ്? നാണമില്ലല്ലോ ഇത്രയും പറഞ്ഞിട്ട് ഹഗ് വാങ്ങാൻ. അപ്പോൾ അത് പിന്നെ വേറൊരിത് എനിക്ക് പറയാനുള്ളത് എൻ്റെ നിവിൻ മോനെ പറ്റിയാണ്. ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഞങ്ങൾ ആ ഒരു കോർണറിൽ ആ ഒരു സംഭവത്തിൽ ഇവൻ വന്നിരുന്നു അവിടെ. അപ്പോൾ അനു അങ്ങ് എഴുന്നേറ്റ് പോയി. പിന്നെ ഞാൻ ഇമോഷണലായി. അപ്പോൾ ഞാൻ ഇവനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനാടാ ഇങ്ങനാടാന്നൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോയി. എൻ്റെ മനസ്സിലുള്ള സാധനങ്ങൾ ഇറക്കി വയ്ക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ഈ വെട്ടുപോത്തിനോട് അങ്ങ് പറഞ്ഞു പോയി. അപ്പം ഞാനറിയാതെ അവൻ്റെ കണ്ണുകൾ നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ തെറിച്ചൊക്കെ നടക്കുന്നെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് എനിക്ക് അതൊരു ഫീൽ ചെയ്ത്. ഇതാണ് അതിലേക്ക് പറയാനുള്ളത്. അവസാന നിമിഷം പോലും അനുമോൾക്കിട്ട് കുത്തിയിട്ട് ഹഗ് വാങ്ങാൻ നടക്കുന്നത് നാണമില്ലാത്ത ജന്തു. എനിക്കിഷ്ടമേ അല്ല ഈ സാധനത്തിന്. അപ്പം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.